നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് വൈൽഡ് ലൈഫ്. സസ്യജാലങ്ങളുടെ സ്വഭാവവും പ്രദേശത്തിൻ്റെ ഉയരവും തമ്മിൽ ബന്ധമുണ്ട്. പ്രദേശത്തിൻ്റെ ഉയരവും കാലാവസ്ഥാ വ്യതിയാനവും നാച്ചുറൽ വെജിറ്റേഷനിൽ മാറ്റങ്ങൾ വരുത്തുന്നു. ടെമ്പറേച്ചറിനെയും മോയ്സ്ചറിനെയും ആശ്രയിച്ചാണ് സസ്യജാലങ്ങൾ വളരുന്നത്. കൂടാതെ പ്രദേശത്തെ ചരിവിനെയും മണ്ണിൻ്റെ തിക്നെസ്സിനെയും ആശ്രയിക്കുന്നു. സസ്യജാലങ്ങൾ അതുകൊണ്ട് തന്നെ ഓരോ പ്രദേശത്തും വ്യത്യസ്തമായിരിക്കും. സസ്യജാലങ്ങളെ പ്രധാനമായും മൂന്നായി തരംതിരിക്കാം: ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്സ്, ഷ്രബ്സ്. ഫോറസ്റ്റുകളെ നമുക്ക് പലതരത്തിൽ ഡിവൈഡ് ചെയ്യാം. ഒന്ന്, ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്, നിത്യഹരിത വനങ്ങൾ. ഇതിനെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്നും വിളിക്കാറുണ്ട്. ഈ നിബിഡ വനങ്ങൾ ഇക്വേറ്ററിനും ട്രോപ്പിക്സിനും അടുത്തുള്ള പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. നല്ല ചൂടുള്ളതും വർഷം മുഴുവൻ നല്ല മഴ ലഭിക്കുന്ന പ്രദേശങ്ങളുമാണിവ. വരണ്ട കാലാവസ്ഥ ഇവിടെ കാണപ്പെടാറില്ല. വർഷം മുഴുവനും മരങ്ങൾ ഇല പൊഴിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഇതിനെ നിത്യഹരിത വനങ്ങൾ എന്നും വിളിക്കുന്നു. മരച്ചില്ലകൾ ഇടതൂർന്നു വളരുന്നതിനാൽ സൂര്യപ്രകാശം വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നില്ല. റോസ്വുഡ്, യബോണി, മഹാഗണി തുടങ്ങിയവയാണ് ഇവിടെ കാണപ്പെടുന്ന വൃക്ഷങ്ങൾ. അനാക്കോണ്ട പോലെയുള്ള വളരെ വലിയ പാമ്പുകൾ ഇത്തരം കാടുകളിൽ കാണപ്പെടുന്നു. ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ്. ഇവ മൺസൂൺ ഫോറസ്റ്റുകളാണ്. ഇന്ത്യയിൽ ഭൂരിഭാഗവും നോർത്തേൺ ഓസ്ട്രേലിയ, സെൻട്രൽ അമേരിക്ക തുടങ്ങിയ ഇടങ്ങളിലാണ് ഇത്തരം വനങ്ങൾ കാണപ്പെടുന്നത്. കാലാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന പ്രദേശങ്ങളാണിവ. വരണ്ട കാലാവസ്ഥയിൽ ഇലകൾ പൊഴിക്കുകയും ജലം സംഭരിക്കുകയും ചെയ്യുന്നു. സാൽ, തേക്ക്, നീം, ഷീശാം തുടങ്ങിയ വൃക്ഷങ്ങൾ ഇവിടെ കാണപ്പെടുന്നു. ടൈഗർ, ലയൺ, എലിഫൻസ്, ലാംഗൂർ, മങ്കി തുടങ്ങിയ മൃഗങ്ങളും ഇത്തരം വനങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. അടുത്തത് ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ്. മിഡ് ലാറ്റിറ്റ്യൂഡിനൽ കോസ്റ്റൽ റീജിയണിലാണ് ഇത്തരം വനങ്ങൾ കാണപ്പെടുന്നത്. സാധാരണയായി ഇവ കാണപ്പെടുന്നത് കോണ്ടിനെന്റിന്റെ ഈസ്റ്റേൺ മാർജിനിലാണ്. USA സൗത്ത് ഈസ്റ്റ്, സൗത്ത് ചൈന, സൗത്ത് ഈസ്റ്റ് ബ്രസീൽ തുടങ്ങിയിടങ്ങളിലാണ് ഇത്തരം വനങ്ങൾ കാണപ്പെടുന്നത്. ഇത്തരം വനങ്ങളിൽ ഹാർഡ് വുഡും സോഫ്റ്റ് വുഡും കാണപ്പെടുന്നുണ്ട്. ഓക്ക്, പൈൻ, യൂക്കാലിപ്റ്റസ് തുടങ്ങിയ വൃക്ഷങ്ങൾ കാണപ്പെടുന്നു. അടുത്തത് ടെമ്പറേറ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ്. ഹയർ ലാറ്റിറ്റ്യൂഡ്സിലേക്ക് പോകുന്തോറും ടെമ്പറേറ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് കൂടുതലായി കാണാൻ സാധിക്കുന്നു. USA, നോർത്ത് ഈസ്റ്റേൺ പാർട്ട്, ചൈന, ന്യൂസിലാൻഡ്, ചിലി, വെസ്റ്റേൺ യൂറോപ്പിൻ്റെ കോസ്റ്റൽ റീജിയൻ തുടങ്ങിയിടങ്ങളിലാണ് ഇത്തരം വനങ്ങൾ കാണപ്പെടുന്നത്. വരണ്ട കാലാവസ്ഥയിൽ അവ ഇലകൾ പൊഴിക്കുന്നു. ഓക്ക്, ആഷ്, ബീച്ച് തുടങ്ങിയ വൃക്ഷങ്ങൾ കാണപ്പെടുന്നു ഇവിടെ. ഡിയർ, ഫോക്സസ്, വോൾവ്സ് ഇവയും ഫെസാൻസ്, മൊണാൽസ് തുടങ്ങിയ പക്ഷികളെയും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നു. മെഡിറ്ററേനിയൻ വെജിറ്റേഷൻ. കോണ്ടിനെന്റിൻ്റെ പടിഞ്ഞാറും തെക്കു പടിഞ്ഞാറു മാർജിനിലുമാണ് ഇത്തരം വനങ്ങൾ കാണപ്പെടുന്നത്. മെഡിറ്ററേനിയൻ വെജിറ്റേഷൻ കാണപ്പെടുന്നത് മെഡിറ്ററേനിയൻ സീക്ക് ചുറ്റുമുള്ള യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ തുടങ്ങിയ ഇടങ്ങളിലാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പേര് വരുന്നത്. മെഡിറ്ററേനിയൻ റീജിയണിന് പുറത്തും ഇത്തരം വനങ്ങൾ കാണപ്പെടുന്നുണ്ട്. USA കാലിഫോർണിയ, സൗത്ത് വെസ്റ്റ് ആഫ്രിക്ക, സൗത്ത് വെസ്റ്റേൺ സൗത്ത് അമേരിക്ക, സൗത്ത് വെസ്റ്റ് ഓസ്ട്രേലിയ തുടങ്ങിയവയാണ് ഈ പ്രദേശങ്ങൾ. ചൂടുള്ളതും വരണ്ടതുമായ വേനൽക്കാലവും ചെറിയ മഴയോട് കൂടിയ തണുപ്പ് കാലവും ഇവിടെ അനുഭവപ്പെടുന്നു. ഓറഞ്ച്, ഫിഗ്സ്, ഒലിവ്സ്, ഗ്രേപ്സ് തുടങ്ങിയവയാണ് ഇവിടെ കൃഷി ചെയ്യുന്നും ഉണ്ട്. അടുത്തത് കോണിഫറസ് ഫോറസ്റ്റ്. 50 ഡിഗ്രി മുതൽ 70 ഡിഗ്രി വരെയുള്ള ഹയർ ലാറ്റിറ്റ്യൂഡുകൾക്കിടയിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഇത്തരം ഫോറസ്റ്റുകൾ കാണപ്പെടുന്നത്. ഇതിനെ ടൈഗ എന്നും വിളിക്കുന്നു. ടൈഗ എന്നാൽ റഷ്യൻ ലാംഗ്വേജിൽ പ്യുവർ ഓർ അൺടച്ച്ഡ് എന്നാണ്. സോഫ്റ്റ് വുഡ്സ് ആയ കീർ, പൈൻ തുടങ്ങിയ വൃക്ഷങ്ങളാണ് ഈ വനങ്ങളിൽ കാണപ്പെടുന്നത്. സിൽവർ ഫോക്സ്, മിങ്ക്, പോളാർ ബിയർ തുടങ്ങിയ മൃഗങ്ങളെയും ഇവിടെ കാണാം. ഇനിയും ഗ്രാസ് ലാൻഡ്സുകളെ കുറിച്ച് നോക്കാം.
ഒന്നാമത്തത് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ് ആണ്. ഇക്വേറ്ററിന്റെ വശങ്ങളിലായി ട്രോപ്പിക്സ് വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ്. മിതമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. 3 മുതൽ 4 മീറ്റർ വരെ ഉയരത്തിൽ പുല്ലുകൾ ഇവിടെ വളരുന്നു. ആഫ്രിക്കയിലെ സാവന്ന ഗ്രാസ് ലാൻഡ്സ് ഇത്തരത്തിൽപ്പെട്ടതാണ്. എലിഫന്റ്സ്, സീബ്രാസ്, ജിറാഫ്, ഡിയർ, ലെപ്പേർഡ്സ് തുടങ്ങിയവയാണ് ഇവിടെ പൊതുവെ കാണപ്പെടുന്ന മൃഗങ്ങൾ. അടുത്തത് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് ആണ്. മിഡ് ലാറ്റിറ്റ്യൂഡിനൽ സോണിലും കോണ്ടിനെന്റിന്റെ ഉൾപ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഗ്രാസ് ലാൻഡ്സ് ആണ് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ്. ഉയരം കുറഞ്ഞ പോഷകസമ്പന്നമാണ് ഈ ഗ്രാസുകൾ. വൈൽഡ് ബഫലോസ്, ബൈസൺസ്, ആന്റിലോപ്സ് തുടങ്ങിയ മൃഗങ്ങൾ ഇവിടെ പൊതുവെ കാണുന്നു. അടുത്തത് തോണി ബുഷസ്. മരുപ്രദേശങ്ങളിലാണ് ഇവ കാണുന്നത്. ട്രോപ്പിക്കൽ ഡെസേർട്ട്, കോണ്ടിനെന്റിന്റെ വെസ്റ്റേൺ മാർജിൻസ് തുടങ്ങിയ ഇടങ്ങളിലാണ് ഈ തോണി ബുഷസ് കാണപ്പെടുന്നത്. ചെറിയ തോതിലുള്ള മഴയും കത്തുന്ന ചൂടും കാരണം സസ്യജാലങ്ങൾ കുറവാണ് ഈ പ്രദേശങ്ങളിൽ. അടുത്തത് തുന്ദ്ര. വളരെയധികം തണുപ്പുള്ള പോളാർ റീജിയനുകളിൽ സസ്യജാലങ്ങൾ വളരെ കുറവാണ്. മോസസ്, ലിച്ചൻസ്, സ്മോൾ ഷ്രബ്സ് തുടങ്ങിയവയൊക്കെ ഇവിടെ കാണപ്പെടുന്നു. ദൈർഘ്യം കുറഞ്ഞ സമ്മർ സീസണുകളിലാണ് ഇവ ഇവിടെ വളരുന്നത്. ഇതാണ് തുന്ദ്ര വെജിറ്റേഷൻ. യൂറോപ്പ്, ഏഷ്യ, നോർത്ത് അമേരിക്ക തുടങ്ങിയവയുടെ പോളാർ റീജിയണിലാണ് തുന്ദ്ര വെജിറ്റേഷൻ കാണപ്പെടുന്നത്. സീൽ, വാൾറസസ്, മസ്ക് ഓക്സൺ, ആർട്ടിക് ഓൾ, പോളാർ ബിയർ, സ്നോ ഫോക്സസ് തുടങ്ങിയവയാണ് ഇവിടെ കാണപ്പെടുന്ന മൃഗങ്ങൾ. ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സിനെ പലയിടങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഈസ്റ്റ് ആഫ്രിക്കയിൽ ഇതിനെ സാവന്ന എന്നും, ബ്രസീൽ ഇതിനെ ക്യാമ്പോസ് എന്നും, വെനിസ്വേലയിൽ ഇതിനെ ലാനോസ് എന്നും വിളിക്കുന്നു. അതേപോലെ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സിനും പല പേരുകളാണ്. അർജന്റീനയിൽ ഇതിനെ പാമ്പാസ് എന്നും, നോർത്ത് അമേരിക്കയിൽ ഇതിനെ പ്രയറീസ് എന്നും, സൗത്ത് ആഫ്രിക്കയിൽ ഇതിനെ വെൽഡ് എന്നും, സൗത്ത് ഏഷ്യയിലെ സ്റ്റെപ്പി എന്നും വിളിക്കുന്നു.